2010 കാഞ്ഞങ്ങാട് TTC പഠനത്തിന് പോയ 18-കാരിയെ കാണാതായിരിക്കുന്നത് എങ്ങനെ? ആ പെൺകുട്ടി എങ്ങോട്ട് പോയി? അവൾക്ക് എന്ത് സംഭവിച്ചു? കാഞ്ഞങ്ങാട്ടെ തിരോധന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 15 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ സംശയങ്ങൾക്കും ഒരു DNA പരിശോധന ഉത്തരം നൽകിയിരിക്കുന്നു. രേഷ്മയ്ക്ക് ടീച്ചർ ആവണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പഠിച്ചൊരു ടീച്ചർ ആവണം, സ്വന്തം കാലിൽ നിൽക്കണം, അമ്മയെയും അച്ഛനെയും പൊന്നുപോലെ നോക്കണം, സ്വപ്നം കണ്ടതുപോലെ തന്നെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം. ഇതൊക്കെയായിരുന്നു രേഷ്മയുടെ അതിയായ ആഗ്രഹം. മകൾ ടീച്ചറായി കാണുന്നതിൽ മാതാപിതാക്കൾക്കും സന്തോഷമുണ്ടായിരുന്നു. 16 വയസ്സുള്ള തന്റെ മകൾ പഠിക്കാൻ പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്കാണെന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ എതിർത്തു. വീട്ടുകാരുടെ എതിർപ്പുണ്ടായിട്ടും അധ്യാപന മോഹം മനസ്സിൽ അത്രമേൽ ഉള്ളതുകൊണ്ടാണ് TTC പഠനത്തിനായി കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശി വീട് വിട്ട് കാഞ്ഞങ്ങാട്ടേക്ക് എത്തുന്നത്. 2010 ജൂൺ 6 പെൺകുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തിന് ഒരു ഫോൺ കോൾ എത്തി. തനിക്ക് എറണാകുളത്ത് ഒരു ജോലി ലഭിച്ചെന്നും താൻ അങ്ങോട്ട് പോകുകയാണ് എന്നുമായിരുന്നു ഫോണിൽ പറഞ്ഞത്. പക്ഷെ വിളിച്ചത് ആ പെൺകുട്ടിയായിരുന്നില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ത്രീ ശബ്ദത്തിൽ വിളിച്ചത് പ്രതി ബിജു പൗലോസ് തന്നെയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. 2011 ജനുവരിയിൽ കുടുംബത്തിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു. എണ്ണപ്പാറ സ്വദേശിനിയുടെ തിരോധാന കേസ് പോലീസിന് മുന്നിൽ എത്തിയപ്പോൾ മുതൽ സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്നത് പാണത്തൂർ സ്വദേശി ബിജു പൗലോസ് ആണ്. രണ്ടുപേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്നു തന്നെയായിരുന്നു എന്നത് തന്നെയാണ് സംശയത്തിന്റെ അടിസ്ഥാനം. പക്ഷേ തെളിവുകളുടെ അഭാവം പോലീസിന് വിലങ്ങുതടിയായി. ഒടുവിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പലതവണ ബിജു പൗലോസിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ ബിജു പൗലോസും പെൺകുട്ടിയും ഒരുമിച്ച് താമസിച്ചിരുന്നെന്ന് അയാൾ സമ്മതിക്കുന്നു. താനും രേഷ്മയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹത്തിന് വീട്ടുകാരുടെ എതിർപ്പുള്ളതിനാൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു എന്നും അയാൾ സമ്മതിച്ചു. ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും പേടിച്ചുപോയ താൻ മൃതദേഹം മറുതോങ്കാട്ടിൽ ഉപേക്ഷിച്ചു എന്നുമായിരുന്നു പ്രതി ആദ്യം മൊഴി നൽകിയിരുന്നത്. പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും താൻ ഉപദ്രവിക്കാറില്ലായിരുന്നു എന്നും തങ്ങൾക്കിടയിൽ സ്നേഹം മാത്രമാണ് നിലനിന്നിരുന്നത് എന്നും അയാൾ കൂട്ടിച്ചേർത്തു. രേഷ്മ മരിക്കാൻ കാരണമെന്താണെന്ന് തനിക്കറിയില്ല എന്നും അവളുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം മൂഡ് ഓഫ് ആയിരുന്നു എന്നും അയാൾ പറഞ്ഞു. ബിജു പൗലോസിന്റെ മൊഴിപ്രകാരം പോലീസ് മറുതാങ്കാട് മുഴുവനും അരിച്ചു പെറുക്കി. അവിടെയും ഒരു തുമ്പും ലഭിച്ചില്ല. വീണ്ടും ചോദ്യം ചെയ്തു. അന്ന് ബിജു പൗലോസ് മൊഴി മാറ്റി. മൃതദേഹം പവിത്രം കായലിൽ ചവിട്ടിത്താഴ്ത്തി എന്നായിരുന്നു അടുത്ത മൊഴി. അങ്ങനെ പവിത്രം കായലിലും തിരച്ചിൽ നടത്തി. നിരാശയായിരുന്നു ഫലം. തെളിവില്ലാത്തതിനാൽ ബിജു പൗലോസിന്റെ കയ്യിൽ വിലങ്ങു വീണില്ല. 2 വർഷത്തോളം വിദേശത്ത് പോയി അയാൾ തിരിച്ചെത്തി. നാട്ടിലെത്തിയ ശേഷം പ്രാദേശിക പത്രത്തിൽ ജോലിക്ക് കയറി. പത്രപ്രവർത്തകനായാൽ കേസിന്റെ വിവരങ്ങളൊക്കെ പറ്റിയും പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന ചിന്തയാണ് ബിജുവിനെ പത്രപ്രവർത്തന ജോലിയിൽ എത്തിച്ചത്. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് വന്നതോടെയാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറം ലോകം അറിയുന്നത്. കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയുടെ വീട്ടിലെത്തി. അവരുടെ കയ്യിൽ ഒരു പാദസരം ഉണ്ടായിരുന്നു. ആ പാദസരം രേഷ്മയുടേതാണെന്നും അത് ബിജു പൗലോസിന്റെ അമ്മ അവൾക്ക് നൽകിയതായിരുന്നു എന്നും കുട്ടിയുടെ ബന്ധു തിരിച്ചറിയുന്നു. പിന്നാലെ രേഷ്മയുടെ അച്ഛന്റെയും അമ്മയുടെയും DNA പരിശോധിക്കുന്നതിലൂടെ കേസിന്റെ ചുരുളഴിയുകയായിരുന്നു. 2011 ആഗസ്റ്റ് മാസത്തിൽ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ഒരു അജ്ഞാത മൃതദേഹം ലഭിച്ചിരുന്നു. തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായിരുന്നു ആ മൃതദേഹം. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അന്ന് മൃതദേഹം സംസ്കരിച്ചു. ഈ മാതാപിതാക്കളുടെ അതേ DNA ആണ് അന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ DNAയും. പ്രതിയുടെ ഈ ദയയില്ലാത്ത ക്രൂരതയെല്ലാം ഒറ്റ കാരണം കൊണ്ടാണ്. പ്രണയത്തിന്റെ പേരിൽ പ്രതി പലതവണ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ചു. പിന്നാലെ തന്നെ വിവാഹം ചെയ്യണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടു. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഒരു ടീച്ചർ ആവണമെന്ന അതിയായ മോഹം കൊണ്ടും കുടുംബം സന്തോഷപൂർവ്വം പുലർത്തണമെന്ന ആഗ്രഹം കൊണ്ടും കാഞ്ഞങ്ങാട്ടേക്ക് TTC പഠിക്കാൻ വന്ന പെൺകുട്ടിയാണ്. അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പല മോഹങ്ങളും കൊടുത്തു തന്റെ ജീവിതത്തിലേക്ക് അയാൾ കൊണ്ടുവന്നു. അയാളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നൈസായി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ രേഷ്മ ഒഴിഞ്ഞു പോവാൻ തയ്യാറായിരുന്നില്ല. വിവാഹം കഴിക്കാൻ വാശി പിടിച്ചു. അത് അംഗീകരിക്കാൻ പ്രതി തയ്യാറായിരുന്നില്ല. മാത്രമല്ല രേഷ്മയെ കൊല്ലണമെന്നും അയാൾ തീരുമാനിച്ചു. ഒരു DNA പരിശോധന പ്രതിയെ 15 വർഷത്തിനു ശേഷം കുടുക്കിയിരിക്കുന്നു. കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സംശയമുണ്ട്. തുടർ നീക്കങ്ങൾക്കും സത്യങ്ങൾക്കുമായി വലവിരിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്.